ബി.ജെ.പിയെ വിമർശിക്കുന്നതാണിപ്പോൾ സന്ദീപ് വാര്യരുടെ പ്രധാന ഹോബി. ബി.ജെ.പിയിൽ നിന്ന് രാജിവെച്ചതോടെ കോൺഗ്രസ് ആണ് സന്ദീപിനല്ല. ഇപ്പോഴിതാ ബി.ജെ.പിക്കെതിരെ വിമർശനവുമായി സന്ദീപ് വാര്യർ വീണ്ടും എത്തിയിരിക്കുന്നു. ക്രിസ്തുമസ് കേക്കുമായി വോട്ടിനു വേണ്ടി ക്രൈസ്തവ ഭവനങ്ങളിൽ കയറിയിറങ്ങുകയും ബഹുസ്വര സമൂഹത്തിൽ ക്രിസ്മസ് സ്റ്റാർ തൂക്കുന്നത് പോലും വിദ്വേഷപരമായി ചിത്രീകരിക്കുകയും ചെയ്യുന്നതാണ് ബി.ജെ.പിയുടെ രീതിയെന്നാണ് സന്ദീപ് വാര്യർ ബി.ജെ.പിക്കെതിരെ തുറന്നടിച്ചുകൊണ്ട് പറഞ്ഞത്. ഫേസ്ബുക്ക് കുറിപ്പിലാണ് നേതാവ് ഇങ്ങനെ പ്രതികരിച്ചത്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: ക്രിസ്മസ് കേക്കുമായി വോട്ടിനു വേണ്ടി ക്രൈസ്തവ ഭവനങ്ങളിൽ കയറിയിറങ്ങും. എന്നാൽ ഒരു ബഹുസ്വര സമൂഹത്തിൽ ക്രിസ്മസ് സ്റ്റാർ തൂക്കുന്നത് പോലും വിദ്വേഷപരമായി ചിത്രീകരിക്കും. വെറുപ്പിന്റെ ഫാക്ടറി ക്രിസ്മസ് സ്റ്റാറിനെ പോലും വർഗീയമായി ചിത്രീകരിക്കുന്നു. ഈ നിലപാടുമായി എങ്ങനെയാണ് മലയാളികൾക്ക് മുൻപോട്ടു പോകാൻ സാധിക്കുക? ഒരു വശത്ത് ക്രൈസ്തവരെ ബി.ജെ.പിയോട് അടുപ്പിക്കാൻ വേണ്ടി നാടകം കളിക്കുന്നു, മറുവശത്ത് ക്രൈസ്തവ വിശ്വാസങ്ങളെ അവഹേളിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്നു. ഈ വെറുപ്പിനെയും വിദ്വേഷത്തെയും അംഗീകരിക്കാത്തവരാണ് ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളും. അയ്യപ്പസ്വാമി മുന്നോട്ട് വെക്കുന്ന മതസാഹോദര്യം പോലും വർഗീയമായി ചിത്രീകരിക്കുന്നു. സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന ഫാക്ടറി പൂട്ടിക്കുക തന്നെ വേണമെന്ന് നേതാവ് ഫേസ്ബുക്കിൽ കുറിച്ചു. അതേസമയം ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയിരുന്നു. ശ്രീനിവാസൻ വധക്കേസിൽ 17 പ്രതികൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയതുമായി ബന്ധപ്പെട്ട് താൻ ഉയർത്തിയ വിമർശനം പൂർണ്ണമായും ശരിയായിരുന്നുവെന്ന് സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തോടെ ബോധ്യപ്പെട്ടിരിക്കുന്നുവെന്ന് സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ഓർക്കണം, ഈ കേസ് അന്വേഷിച്ചത് കേന്ദ്ര പോലീസായിരുന്നു. അതായത് NIA UAPA ചുമത്തിയ കേസാണിത്. പ്രതികൾക്ക് വേണ്ടി സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ഹാജരായപ്പോൾ പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായത് കേരളത്തിൽ നിന്നുള്ള ഒരു വക്കീൽ. ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ മറുപടി പറയാതെ ഒളിച്ചു കളിക്കുകയായിരുന്നു ഇത്രയും ദിവസം. സുപ്രീം കോടതി നിരീക്ഷണത്തോടെ ഞാൻ ഉന്നയിച്ച ആരോപണം പൂർണ്ണമായും ശരിവെക്കപ്പെട്ടിരിക്കുന്നു. എന്നെയും ഇത്രയും ദിവസം അധിക്ഷേപിച്ചവർക്ക് നല്ല നമസ്കാരം. വിദ്വേഷത്തിന്റെ ഫാക്ടറി നടത്തിപ്പുകാർ പുതിയ ക്യാപ്സ്യൂളുകളുമായി വരട്ടെ എന്നാണ് സന്ദീപ് വാര്യർ കുറിച്ചത്. അതേസമയം ബി.ജെ.പിയെ പരിഹസിച്ച് സന്ദീപ് വാര്യർ മുൻപും എത്തിയിരുന്നു. പാലക്കാട്ടെ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണെന്നും സുരേന്ദ്രൻ രാജിവെക്കാതെ ആ പാർട്ടി രക്ഷപ്പെടുമെന്ന് കരുതുന്നില്ലെന്നും സന്ദീപ് വാര്യർ പറഞ്ഞിരുന്നു. കൃഷ്ണകുമാറിനും ഭാര്യയ്ക്കും പാലക്കാട് എഴുതിക്കൊടുത്ത ബി.ജെ.പി നേതൃത്വം പ്രവർത്തകരോട് മറുപടി പറയട്ടെ. അദ്ദേഹത്തെയും അനുയായികളെയും അടിച്ചു പുറത്താക്കി ചാണകവെള്ളം തെളിച്ച് ശുദ്ധീകരിക്കാതെ ബി.ജെ.പിക്ക് രക്ഷയുണ്ടാകില്ല. അടുത്ത തിരഞ്ഞെടുപ്പിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ബി.ജെ.പിക്ക് ഭരണം നഷ്ടമാകുമെന്നും സന്ദീപ് പറഞ്ഞു. സി കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായതിനാൽ തന്നെയാണ് ബി.ജെ.പിക്ക് ഇത്ര വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നത്. ഏത് തിരഞ്ഞെടുപ്പ് നടന്നാലും കൃഷ്ണകുമാറാണ് സ്ഥാനാർത്ഥി. കൃഷ്ണകുമാറിനും ഭാര്യയ്ക്കും പാലക്കാട് എഴുതിക്കൊടുത്ത ബി.ജെ.പി നേതൃത്വം തന്നെയാണ് പാലക്കാട്ടെ പരാജയത്തിന്റെ ഉത്തരവാദികൾ. UDF പ്രവർത്തകരുടെ പരിശ്രമത്തിന്റെ ഫലം കൂടിയാണ് രാഹുലിന്റെ കൂറ്റൻ വിജയം. അടുത്ത മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പോടെ പാലക്കാട് നഗരസഭയിലെ ബി.ജെ.പിയുടെ ഭരണം നഷ്ടപ്പെടുമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞിരുന്നു.